ആട് 3 കണ്ടു. ഷാജി പാപ്പൻ ഗാങ് ഇസ് ബാക്ക് വിത്ത് എ ബാക്ക്. അതാണ് ഒറ്റ വാചകത്തിലെ ആട് 3യുടെ റിവ്യൂ. വെൽക്കം ടു ജോ മൂവി വേൾഡ്. ആട് 3നെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നത് ആട് 3 ഫ്രാഞ്ചൈസിലെ മൂന്നാം ഭാഗമായിട്ട് വന്ന ആട് 3. അത് ലാസ്റ്റ് റൈഡ് പാർട്ട് 1 ആണ്. അതായത് ആട് ഫ്രാഞ്ചൈസിന് ഇഷ്ടപ്പെടുന്നവര്, ആട് സീരീസിലെ കഥാപാത്രങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ വർത്തിയാണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ മിഥുൻ മാനുവൽ ചെയ്ത വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ക്യാൻവാസ് അങ്ങോട്ട് ബിഗ് ആക്കി. അതായത് ബിഗ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതായത് വിജയ് ബാബും കൂടി ചേർന്നിട്ടുള്ള കാര്യമാണ്. ബിഗ് പ്രൊഡക്ഷൻ ആക്കി. അതായത് എന്താ പറയാ, ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി അങ്ങോട്ട് ഹൈ ആക്കി, കാശ് നന്നായി ഇറക്കിയിട്ടുള്ള കളികൾ വെച്ചു. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് പടത്തിന്റെ ക്വാളിറ്റി ഒന്ന് സുപ്പീരിയർ ആക്കി. പിന്നെ ഇതിന്റെ കഥ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആട് 2 ആയിരിക്കും ഫേവറേറ്റ്, അങ്ങനെയൊക്കെ ആവാം. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ക്വാളിറ്റി അല്ലെങ്കിൽ മേക്കിംഗ് ക്വാളിറ്റിയിൽ ഇത് ടോപ്പാണെന്നുള്ളത് ഒരു സംശയം വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൽ കഥ എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് 2 കാലഘട്ടങ്ങൾ, അല്ല 3 കാലഘട്ടം ഫ്യൂച്ചറിസ്റ്റിക് ഉണ്ട്. പക്ഷെ അത് അവർ ഫ്യൂച്ചർ കാലഘട്ടത്തിലേക്ക് അവർ അധികം പോയിട്ടില്ല. അത് ഇനി വരുന്ന നെക്സ്റ്റ് പാർട്ടിലേക്കാണ് കൂടുതൽ വെച്ചേക്കുന്നത്. പക്ഷെ എന്താണ് ഫ്യൂച്ചറിലേക്കുള്ള കണക്ഷൻ വരിക? പാസ്റ്റും പ്രസന്റ്. പാസ്റ്റ് എന്ന് പറയുന്നത് 1700 കാലഘട്ടം. അവിടെയുണ്ട് ഷാജി പാപ്പനെ പോലത്തെ ജയസൂര്യയുടെ ഒരു ടീമും കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നു, നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. ഈ 2 കാലഘട്ടങ്ങളും തമ്മിലുള്ള കണക്ഷൻ അതെന്താണെന്നാണ് ഈ പടം നമ്മളോട് പറയുന്നത്. ഇതിങ്ങനെ അവർ പാരലായിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് വന്നേക്കുന്നത്. 2 കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറി നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഡ്രാഗ് ഉണ്ടെന്ന് പറയാം, പക്ഷെ അത്യാവശ്യം നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എഡിറ്റർ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ലിജോ പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവൻ ഭയങ്കര ഫാസ്റ്റ് ആക്കി. അതായത് ഒരു വെടിക്കെട്ടിന് തിരികെ കൊളുത്തി കഴിഞ്ഞിട്ട് ഒരു പോക്കിൽ അങ്ങോട്ട് കത്തിപ്പടരുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഇല്ലേ, അതേപോലെയാണ് ഇതിന്റെ അവസാനത്തെ ഒരു 3/4 മണിക്കൂർ ഫുൾ ഓൺ ഫൺ എന്ന് പറയില്ലേ, ഫൺ റൈഡ്. അതാണ് ആ ഒരു സെക്കൻഡ് ഹാഫ്. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ സംഭവം ഉഷാറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒന്നും കൂടി ഹെവി ഇമ്പാക്ട് വന്നത് ആ സെക്കൻഡ് ഹാഫിന്റെ ഒരു ലാസ്റ്റത്തെ ഒരു 45 മിനിറ്റ് എനിക്ക് പേഴ്സണലി. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. ഓവറോൾ സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഒരു വൈബില് ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ആടിന്റെ ക്യാരക്ടേഴ്സ്, ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ വർത്തിയാണ് നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ. കുറെ ആൾക്കാരുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ പെർഫോമൻസ്, അതാണ് ഈ ക്യാരക്ടേഴ്സ്. ഇവൻ അറക്കലബു ഞാൻ വരാം. അതിനു മുമ്പ് ഇതില് ഷാജി പാപ്പന്റെ പെങ്ങളും അമ്മയായിട്ട് വരുന്ന ആൾക്ക് കുറച്ച് സീനുകളുള്ളൂ ഉള്ളത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ്. അവർക്ക് വരെ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇതില് മറ്റേ വിജയ് ബാബുവിനൊപ്പം നടക്കുന്ന പോലീസുകാർക്ക് അവർക്ക് റോളുണ്ട്. ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഷൈനിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. വിജയ് ബാബു ആണെങ്കിലും ശരി, പിന്നെ ഇതിൽ ഷാജി ബാബുവിന്റെ ഗാങ്ങിലത്തെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ 2 കാലഘട്ടത്തിലും ചെയ്യാനുണ്ട്. പക്ഷെ കൂടുതൽ ടെറിഫിക് ആയിട്ട് വന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ അറക്കലാബു ആയിട്ടുള്ള സൈജു ഗ്രൂപ്പാണ്. പൊളിച്ചടിക്കുന്നുണ്ട്. 2 കാലഘട്ടത്തിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡൂഡ് ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഡൂഡായിട്ട് വരുന്നതാണ് സെക്കൻഡ് ഹാഫില്. ആ ഫസ്റ്റ് ഹാഫില് ഒരു പോർച്ചുഗീസുകാർ പടത്തലവനായിട്ടാണ് വരുന്നത്. രണ്ട് വേരിയേഷൻ ഉള്ള കഥാപാത്രമാണ്. പക്ഷെ 2 വോയിസ് മോഡുലേഷനും ഉണ്ട്. ആ വോയിസ് മോഡുലേഷന്റെ കേസിൽ വിനായകൻ മാത്രമല്ല, മറ്റേ സണ്ണി വെയിൻ ആയാലും മറ്റേ ജയസൂര്യ ആയാലും, ജയസൂര്യക്കൊക്കെ 2 എക്സ്ട്രീം സൗണ്ട് വേരിയേഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഒന്നില് രാജാവ് പോലെയും പിന്നെ നമ്മുടെ ഷാജി പാപ്പനും രണ്ടായിട്ട് 2 തരത്തില് എന്നാ ഫണ്ണ് എലമെന്റുകളുള്ള ഒരു റോള് പൊളിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഫണ്ട് വരാൻ പോണത് അടുത്ത പാർട്ടിലാണ്. അതാണ് അതിന്റെ നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അവർ അതിലേക്കുള്ള ഒരു ബിൽഡപ്പ് അവസാനം കൊണ്ടുവരുന്നുണ്ട്. അത് അവർക്ക് നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി നല്ലതേപോലത്തെ മേക്കിംഗ് ക്വാളിറ്റിയിൽ ഒന്നും കൂടി ഫാസ്റ്റ് പേസ്ഡായിട്ട് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അടുത്ത പാർട്ട്, അതായത് ഫിനാലെ ആയിരിക്കും അടുത്തത്, അവർക്ക് എടുക്കാം. അതിനുള്ള സംഗതികൾ അവർക്കുണ്ട്. അതിനുള്ള സ്കോപ്പും അതിനുള്ള എന്താ പറയാ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പടം തീരണത്. അപ്പൊ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വളരെ എന്റർടൈനിങ് ആയിട്ട് ടൈം പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ടെൻഷൻ അടിക്കാണ്ട്, ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട്, ലോജിക്ക് നോക്കാണ്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട് കണ്ട് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സിനായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണിത്. അപ്പൊ ഈ സമയത്താണെങ്കിൽ ഇനിയിപ്പോ തന്നെ അങ്ങോട്ട് തുടങ്ങാൻ പോകാനുള്ള ഫെസ്റ്റിവൽ സമയത്ത് അതിന്റെ ഒരു കിക്ക് ഓൺ ആണ് ഈ ആട് 3 മലയാളം ബോക്സ് ഓഫീസ് സംബന്ധിച്ചിടത്തോളം. അപ്പൊ ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം തന്നെയായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.